നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലായത് നിങ്ങളുടെ പേഴ്സണ് വിഷമമുണ്ടാക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പേഴ്സണ് കുറ്റബോധമുണ്ടോ, നോ കോൺടാക്റ്റിൽ പോയത് കൊണ്ട് കുറ്റബോധമുണ്ടോ, ആ പേഴ്സണ് സങ്കടമുണ്ടോ നിങ്ങളോട് നോ കോൺടാക്റ്റ് ഇരിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇത് അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണിത്. നമ്മൾ പിന്നെ നോക്കുക ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, പിന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ നോ കോൺടാക്റ്റിൽ പോകാനുള്ള കാരണം എന്താണ്, ഇപ്പോഴും നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, ഇവിടെ ഒരു സക്സസ്ഫുൾ റീകൺസിലിയേഷൻ പോസിബിൾ ആണോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഈ കാണുന്ന ജനറൽ റീഡിങ്ങിൽ കാണുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അല്ലേ. ഇത് രണ്ടാമത്തെ റീഡിംഗ്, ഇത് മൂന്നാമത്തെ റീഡിംഗ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം ഭഗവാനെ. ഓക്കെ, നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ബാറ്ററിക്ക് ചെറിയ കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതൊരു പ്രശ്നമുള്ള പോലെ കാണിക്കുന്നുണ്ട്. കുന്തം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും റീഡിങ് എടുക്കാറാകുമ്പോൾ. ഇത് ശരിയായതുകൊണ്ട് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് ഭഗവാനെ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. എടുക്കാം, വേറെ കാർഡ്സ് എന്തെങ്കിലും വരുമെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല, പുറത്തു നിന്നുള്ള വ്യക്തികളും സിറ്റുവേഷൻസും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാവാം. ഓക്കെ, ഇവിടെ 3 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അല്ലാതെ വേറെ പല ആളുകളുടെയും സിറ്റുവേഷൻസ് കൊണ്ട്, അവരുടെ ഇടപെടൽ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറ്റില്ല എന്ന് പറയേണ്ട സന്ദർഭത്തിൽ പറ്റില്ല എന്ന് പറയണം, അതല്ലെങ്കിൽ ഭയങ്കരമായ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ തലയിലെടുത്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മഫലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ല കർമ്മഫലം കിട്ടും, ചീത്ത എന്നല്ല, നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കർമ്മഫലങ്ങൾ കിട്ടും, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോൾ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ പേഴ്സൺ ഹാർഡ് വർക്കിംഗ് ആണ്, ഒരു ജോലി 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 എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ടോറസ് വർക്ക് ഓഫ് കാപ്രിക്കോൺ ആണ്, എർത്ത് എനർജിയാണിത്.
എർത്ത് സൈൻസ് ആണ് കൂടുതലും പൈസ ഉണ്ടാക്കാനായിട്ട് നല്ല കഴിവുള്ളവർ. അവർ ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ അവർക്ക് പ്രവൃത്തിയുടെ പ്രതിഫലവും കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വലിയ വലിയ കമ്പനീസിൻ്റെ വലിയ ഓണേഴ്സ് അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുന്ന മെജോറിറ്റി ഒരു 50% അല്ലെങ്കിൽ 60% ആളുകളും എർത്ത് സയൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതിനകത്ത് നെഗറ്റീവ് പ്ലാനറ്റ്സ് കയറി കഴിഞ്ഞാൽ അതിൻ്റെതായ ഡിഫക്ട്സും അവർക്ക് ഉണ്ടാവാം. പക്ഷെ ഇതൊരു നല്ല കാർഡാണ്. അപ്പോൾ ഈ പേഴ്സൺ വളരെ ധനികനോ ധനികയോ ആണ് കേട്ടോ. ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണിത്. അപ്പോൾ ഇപ്പോൾ കരിയറിലാണ് ഈ പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഈ പേഴ്സണ്. ആരുമായിട്ടും റിലേഷൻഷിപ്പ് വെക്കാൻ അത്ര അധികം ഇൻട്രസ്റ്റഡ് അല്ല ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ ജോലി ചെയ്യാനും ഒക്കെ വളരെ അധികം സാമർഥ്യമുള്ള, പക്ഷെ അതേസമയം ഇമോഷൻസിൻ്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പിന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും വളരെ എന്താ പറയുക, ഒരു ഒട്ടും സാമർഥ്യമില്ലാത്തൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൈസയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ പുതിയതായിട്ടുള്ള ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം, പ്രശസ്തിയിലെത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഫാമിലി ലൈഫിലും റിലേഷൻഷിപ്പിലും വളരെയധികം സ്വന്തം ഫാമിലിയോടല്ല, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നമുണ്ടുള്ള ഒരു ക്യാരക്ടറാണിത്. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇതിന് എനിക്ക് സമയമില്ല എന്നൊരു മനസ്സുള്ള ഒരാളായിരിക്കണം. എന്നോട് റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അതിൻ്റെ പുറകെ നടന്നോട്ടെ, അവർ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ റിലേഷൻഷിപ്പിൽ. എനിക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുമായി നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുമായി നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, മാരീഡ് ആണല്ലോ, ഇമോഷണലി ഭയങ്കര ഹാപ്പിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആണോ? ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്. ഈ പേഴ്സൺ മാരീഡ് ആണ്, ഫാമിലി ലൈഫിൽ വളരെയധികം ഹാപ്പിയാണ്. പേഴ്സണ് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ സമയമില്ല, റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. എന്താ പറയുക, ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ അത്യാവശ്യമില്ല, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇൻവോൾവ് ആവാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 6 ഓഫ് പേഴ്സൻ്റെ സമയമോ പണമോ ആ പേഴ്സൻ്റെ ഓൾറെഡി ഉള്ള ഫാമിലി, ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും, അതിന് പുറത്തേക്ക് പേഴ്സൻ്റെ ഒരു കാര്യവും ഷെയർ ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയല്ല. അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഫാമിലി ലൈഫിൽ വളരെ ഹാപ്പിയാണ്, ഭാര്യ മക്കൾ ഭർത്താവ് മക്കൾ, അതാണ്. അപ്പോൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ ഇപ്പോൾ കാണിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഹാർട്ട് ബ്രേക്ക്, നോ എന്ന കാർഡ് യെസ്സും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനപ്പുറം ചെറുതായിട്ടൊക്കെ ഒരു മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോയിരുന്ന ആ സമയത്തുള്ള ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇപ്പോൾ ആ പേഴ്സൺ ഇല്ല. ആ പേഴ്സൺ അതിൽ നിന്ന് റിക്കവർ എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് പോയപ്പോൾ കുറച്ച് നാൾ ഈ പേഴ്സണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ ഓക്കെ ആണ്. നിങ്ങളുമായിട്ടുള്ള അകൽച്ച ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. കാരണം ഈ പേഴ്സൺ ആ പേഴ്സൻ്റെ ജോലിയിലും ആ പേഴ്സൻ്റെ കൂടെയുള്ള ഫാമിലിയിലുമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പുറത്തേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നോ കോണ്ടാക്റ്റിന് കാരണം എന്തായിരുന്നു? നോ കോണ്ടാക്റ്റിന് കാരണം എന്താണ്? റിലേഷൻഷിപ്പിലൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഫെയ്ത്ത്, ഒരു വിശ്വാസമില്ലായ്മ. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിശ്വാസമില്ലായ്മ, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല.
എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ ഇതിനകത്തൊരു വിശ്വാസമില്ലായ്മയുണ്ട്. അത് നിങ്ങൾ പിന്നെ പാര വയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഈ പേഴ്സണോട് അടുക്കാൻ നോക്കിയിട്ടുണ്ടാകും. പേഴ്സൺ അത് ഇൻട്രസ്റ്റ് ഇല്ല, അധികം അടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു പേഴ്സൺ ആണ്. സ്വന്തം ഫാമിലിയും അതുപോലെ ബാക്കി എല്ലാ റിലേഷൻഷിപ്പും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന ഒരു എനർജിയാണ്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് ഈ പേഴ്സണോ അടുക്കാൻ നോക്കിയപ്പോൾ ഈ പേഴ്സൺ ഇവിടെ നിങ്ങളൊരു വിശ്വാസമില്ലായ്മ വന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടി ഈ പേഴ്സണ് വന്നു. അപ്പോൾ അത് അനുവദിക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. അപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു ഈ പേഴ്സണ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ പോയിട്ടുള്ളത്. ആദ്യമായിട്ടൊരു സോഡിയാക് സൈൻ ഇവിടെ വന്നിരിക്കുന്നത് അക്വേറിയസ് ആണ്. പിന്നെ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിലേക്ക് പോയത്. ഇപ്പോൾ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോഴും നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന കാര്യം എന്താണ്? ഈ പേഴ്സൻ്റെ ഫാമിലി കണ്ടോ? ഈ പേഴ്സൺ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മുമ്മയോ അപ്പൂപ്പനോ ആവാം, അറിയില്ല നമുക്ക്, അല്ലേ? ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരുടെ മക്കളെ വിവാഹം കഴിച്ചിട്ട് അവരുടെ കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരിക്കാം. ഇത് ഒരു എംപററാണ്, നല്ല പൈസ, ഈ കിങ് ഓഫ് പെന്റക്കിൾസ് തന്നെയാണ് എംപററായിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പണമുള്ള ഒരു ധനികനായ വലിയൊരു സാമ്രാജ്യത്തിന് ഉടമയായ ആണിത്. വലിയൊരു ഫാമിലിയുടെ അച്ഛനാണ്, മനസ്സിലായോ? കുട്ടികളുള്ള ഒരാളാണ്, താടി നിറച്ച ആളാണ്, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും മെച്ചുവേർഡായ ഒരു സ്ത്രീയാണിത്. അതുപോലെ തന്നെ ഈ ഫാമിലി, ഈ പേഴ്സൻ്റെ ഫാമിലി, നേരത്തെ പറഞ്ഞ പോലെ ഈ പേഴ്സൻ്റെ ഫാമിലി ഈ പേഴ്സണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രശസ്തിയുള്ള രണ്ട് കുടുംബക്കാരാണ്, ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരുമുള്ള ബിസിനസ് സാമ്രാജ്യമുള്ള ഒരാളാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാത്ത ഈ പേഴ്സൺ. കാരണം ഇവിടെ റെപ്യൂട്ടേഷൻ്റെ ഒരു പ്രശ്നം വരും. റെപ്യൂട്ടേഷൻ പ്രശസ്തി, സൽപ്പേരിന് കളങ്കം വരും. അത് ഈ പേഴ്സണ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സൽപ്പേരിന് കളങ്കം വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ പോവില്ല. കള്ളത്തരം ഇല്ല എന്നല്ല പറയുന്നത്, കള്ളത്തരം ഉണ്ടാവാം. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ തേർഡ് പാർട്ടി കയറി ഈ പേഴ്സണൽ ലൈഫിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഈ പേഴ്സണ് പേടിയാണ്. കാരണം ഫാമിലി അറിയും, ആകെ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരു താടി നിറച്ച ഒരാളാണിത്, ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോൾ അതവർക്ക് സമ്മതിച്ച് വിട്ടുതരാൻ, മീൻസ് അത് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. ഏരീസ് സോഡിയാക് സൈൻ ആണിത്. അതുകൊണ്ടാണ് ഈ അകന്ന് നിൽക്കുന്നത്. ഇതാണ് ഉദ്ദേശം. നിങ്ങൾ പോകുന്നെങ്കിലും പൊക്കോട്ടെ, ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഈ പേഴ്സൻ്റെ നെയ്ബറോ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പേഴ്സൻ്റെ ഫാമിലിയും കൊണ്ട് കറങ്ങാൻ പോകുന്നത്, ഓഫീസ് വിസിറ്റ് ചെയ്യുന്നു, മനസ്സിലായോ? അങ്ങനത്തെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടാവാം ഈ പേഴ്സൺ. ഇതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ കുടുംബവും എൻ്റെ ജോലിയുമാണ് എന്നാണ് കാണിച്ചതാണ് പേഴ്സൻ്റെ ഉദ്ദേശം. അകന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ പേഴ്സൺ ആലോചിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കാനാണ് 3 കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മീൻസ് തിരിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെ ഫേസ് ചെയ്യാനോ നിങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ്, ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണം, ഫിനാൻഷ്യലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും ഈ പേഴ്സൺ റെഡിയല്ല. ഈ പേഴ്സൻ്റെ മൈൻഡ് വളരെ ക്ലിയർ ആണ്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ആലോചിക്കുകയാണ് എന്താണ് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് തൽക്കാലം കോൺടാക്റ്റ് വെക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഓവറായിട്ട് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെ മെച്ചുവേർഡായ ആളാണ്, വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷെ അതേസമയം നിങ്ങൾ മറ്റന്നാൾ നടക്കേണ്ട കാര്യം ഇന്നലെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ അത് അംഗീകരിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ ആ പേഴ്സൺ ആലോചിക്കുകയാണ് എന്താണ് വേണ്ടത്. ഈ റിലേഷൻഷിപ്പ് ഇനി നോ കോൺടാക്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു കണക്ഷൻ വെക്കണോ, അതോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്ത് പോകണമോ എന്നാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. തീരുമാനം തൽക്കാലം എടുത്തിട്ടില്ല. ഇവിടെ സോഡിയാക് സൈൻ വെർഗോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? അത് നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്, പക്ഷേ കുറേ സമയമെടുക്കും. ഈ പേഴ്സൺ എല്ലാം ആലോചിച്ച് വേറെ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അത്യാവശ്യപരമായ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കാരണം ഈ പേഴ്സൺ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ പേഴ്സണൽ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധ കൊടുത്ത് അതെല്ലാം ഒരു ഇതായി കഴിയുമ്പോൾ, സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ പതുക്കെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കും. ആ സമയത്ത് ഈ പേഴ്സണ് വരാൻ മീൻസ് ഒരു മനസ്സുണ്ടെങ്കിൽ ആ പേഴ്സൺ വരും. അങ്ങനെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. റീകൺസിലിയേഷൻ പോസിബിൾ ആണ്, പക്ഷെ അതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു. ഇത് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അയ്യോ തിരിഞ്ഞല്ലേ ലീബ്ര. ഓ അത് നമ്മൾ കാണണം നിർബന്ധമുള്ള പോലെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ട് കാർഡാണ് വീണിട്ടുള്ളത്. ഒന്ന് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നോ കോൺടാക്റ്റിലാണ് നിങ്ങളെങ്കിൽ ആ സിറ്റുവേഷന് വ്യത്യാസം ഉണ്ടാവും, ഈ റിലേഷൻഷിപ്പ് പോകില്ല എന്നായിരിക്കാം. കാരണം ഈ സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളൊരാളെ വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക, അയാൾ നമ്മളുടെ എക്സ്പെക്റ്റേഷന് അനുസരിച്ചിട്ടുള്ള ഒരാളല്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ സ്നേഹിച്ചിട്ട് അയാളെ വിവാഹം കഴിക്കാൻ പറ്റാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ കയറി വരുന്നു. നമ്മളെ ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിച്ച ഒരാൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അയാൾക്ക് വില കൊടുക്കില്ല, അയാളെ അംഗീകരിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ആ ഒരു നോ കോൺടാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളത് കാണുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ നോ കോൺടാക്റ്റിൽ. നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്നറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, പക്ഷേ ഇവിടെ നല്ല പോസിബിലിറ്റീസ് ഉണ്ട്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുണ്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ ഫാമിലിയിൽ ഇൻവോൾവ് അല്ലായിരിക്കും, റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് അല്ലായിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇമോഷണലി ഇൻവോൾവ് ആവണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് കൂടുതൽ ആവശ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുറുക്കെ പിടിക്കണമെന്ന ഒരു ഹിൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കണ്ടു അത് ലീബ്ര സോഡിയാക് സൈൻ ജസ്റ്റിസ് ആണ്. ഇത് സത്യം, നീതി, ന്യായം, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ന്യായം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണിത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. വളരെ ന്യായത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരാൾ. ചിലപ്പോൾ ഇത് കോർട്ട് കേസ്, ഒരു കേസ് ആവാം, പോലീസ് കേസ്, കോടതി ഒക്കെ ആവാം. പിന്നെ സത്യം പറയുക, ഏറ്റുപറയുക, സത്യം പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സത്യം അറിയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാവാം. ലീബ്ര സോഡിയാക് സൈൻ ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, ചിലപ്പോൾ ഈ പേഴ്സണ് പുതിയതായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ ഒക്കെ ആയിരിക്കാം ജോലി കിട്ടിയേക്കുന്നത്. പക്ഷെ വലിയ ഹാപ്പി അല്ല, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രം.
അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര വലിയ ഹാപ്പി അല്ല ഈ സിറ്റുവേഷനിൽ. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ പേഴ്സൺ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ പേഴ്സൻ്റെ അവസ്ഥ? ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഭവാനി, പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പേഴ്സൺ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുകയാണ്. അവരോടുള്ള സ്നേഹം ഉള്ളിൽ അടക്കി വെച്ചേക്കുകയാണ്, പുറത്തേക്ക് കാണിക്കുന്നില്ല. അഗാധമായ സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവാണ്. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ സ്നേഹം വിട്ടുകൊണ്ട് സ്നേഹം അടച്ചു വെച്ചേക്കുകയാണ്, പ്രദർശിപ്പിക്കുന്നില്ല, തുറന്നു പറയുന്നില്ല ആരോടും. മനസ്സിലായോ? മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ള, വളരെ കാം ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരു സ്ത്രീയാണ്, പുരുഷനാണ്. വളരെ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയ ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. സ്നേഹം നഷ്ടപ്പെട്ട പോയ ഒരു ഫീലിംഗ് ഉണ്ട് ഈ പേഴ്സണ്. പക്ഷെ എന്നാലും ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സൺ അടച്ചുപൂട്ടി വെച്ചേക്കാണ്, പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ആ പേഴ്സൻ്റെ സ്നേഹത്തിനൊരു വിലയുമില്ല എന്നൊരു അതുപോലെ. അപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു പേടിയുണ്ട്. ഇവിടെ ഡെത്ത് കാർഡ്, എൻഡ്, അവസാനിച്ചു. വളരെ പേഴ്സൺ സ്നേഹിച്ചിരുന്ന ഒരാളെ ഈ പേഴ്സണ് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ സ്നേഹത്തിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്നേഹത്തിൽ വിശ്വാസം പോയ പോലെ. കാരണം ഈ പേഴ്സൺ സ്നേഹിച്ച ആൾ ഈ പേഴ്സണെ തിരിച്ച് സ്നേഹിച്ചില്ല, ഉപേക്ഷിച്ച പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ ഒരു വിശ്വാസവുമില്ല. ഫ്യൂച്ചർ ഇനി സക്സസ്ഫുൾ ആകും, ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആകും എന്നൊരു ശുഭാപ്തി വിശ്വാസമൊന്നും ഈ പേഴ്സണ് ഇല്ല. അതാണ് പറയുന്നത്. എല്ലാം സ്ട്രോങ് സോഡിയാക് സൈൻ ആണ് ഇവിടെ വരുന്നത്. സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അത് നമുക്ക് നോക്കാം. യെസ് ആണ്. പക്ഷെ ഈ പേഴ്സൺ ആ പേഴ്സന്റെ മനസ്സിലുള്ള സങ്കടം മറച്ചു വെക്കുകയാണ്, അടച്ചു വെച്ചേക്കാണ് സ്നേഹം. മനസ്സിലായോ? സ്നേഹം പുറത്തേക്ക് കാണിക്കുന്നില്ല. കാരണം കാണിച്ചിട്ട് കാര്യമില്ല. അനുഭവം പഠിപ്പിച്ചു, സ്നേഹം പുറത്ത് കാണിച്ചാലേ വേദനയെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹം പുറത്ത് കാണിക്കേണ്ട. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ മിസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നത്. പക്ഷെ നിങ്ങൾ അത് അറിയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങളിലുള്ള വിശ്വാസ്യത ഈ പേഴ്സൺ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ രഹസ്യമായിട്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നോ കോണ്ടാക്ട് വന്നത്? ഇവിടെ ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെ ഈ പേഴ്സണെ, ഒട്ടും വിലയില്ലാത്ത, ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. എന്തായാലും എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിന് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ എക്സ്പീരിയൻസുകൾ, നിങ്ങളുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഈ പേഴ്സണ് ഇഷ്ടമായില്ല. എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ പേഴ്സണ് സ്വന്തം, ചിലപ്പോൾ നിങ്ങൾ ഉയർന്ന പദവിയിലുള്ള ഒരാളായിരിക്കാം, ഉയർന്ന സ്റ്റേറ്റസിലുള്ള ഒരാളായിരിക്കാം. കാണാൻ എന്താ പറയുക, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങൾ ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ഈ പേഴ്സൺ അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ട് ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി വെട്ടിപ്പിടിക്കും എന്നൊരു വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു വിലയില്ല. പിന്നെ അവിടെ നമ്മളുടെ വില കളഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന എന്തിനാണ് എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നോ കോണ്ടാക്റ്റിൽ വന്നത്. അതുപോലെ തന്നെ ഒരു കള്ളത്തരം, ഡിസെപ്ഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ സ്വഭാവം മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉണ്ടാവാതിരിക്കാം. അതിന് എക്സ്ക്യൂസ് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെയാണ് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ വേറെ ആളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നതെന്നൊരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാം. പല പ്രാവശ്യം ഈ പേഴ്സൺ പറഞ്ഞു അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നിങ്ങളൊരു വില കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ പൊക്കോട്ടെ, ഡിവോഴ്സിലേക്കൊന്നും ഈ പേഴ്സൺ പോകുന്നില്ല. ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ സിറ്റുവേഷനും ആവാം അത്, പക്ഷേ എന്നാലും
അത് തോന്നുന്നില്ല ഇവിടെ. എന്നാലും അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായി. ഇത് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിൻ്റെതായ സമയത്ത് ആയിക്കോളും, ഇല്ലെങ്കിൽ അത് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചൊരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിലേക്ക് പോയത്. ഇനി നോ കോൺടാക്റ്റിൽ ഇപ്പോഴും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ഇപ്പോഴും, നിങ്ങൾ എന്തിനാണ് ഈ റീഡിങ് കാണുന്നത്? ഇങ്ങനെ ഒരു ഈ ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾ വേണ്ടാന്ന് വെച്ച ഒരാളാണ്, നിങ്ങൾക്ക് വിലയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ റീഡിങ് കാണുന്നത്? അതെൻ്റെ ഒരു സംശയമാണ്. അപ്പം നിങ്ങൾക്ക് എന്തോ നമുക്കൊരു കളിപ്പാവയെ കിട്ടുമ്പോൾ നമുക്ക് വളരെ രസമാണ്, നമുക്കത് ഇഷ്ടമില്ലെങ്കിലും അത് നിർജീവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളെ താളത്തിനൊത്ത് തുള്ളുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് ബാബി ഗേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീൻസ് പാവകളെ കുറിച്ച് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യിക്കുന്നത് എന്നുള്ളവരതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു പാവ പോലെയായിരുന്നു. നിങ്ങളിൽ തോന്നും, കാരണം നിങ്ങൾക്കൊരു വിലയില്ലല്ലോ. അപ്പം നിങ്ങളുടെ ഒരു സ്ലേവ് പോലെ, അടിമ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളോട് അകന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കിടാനോ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകാനോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് വേദന തിന്നാനോ ഒന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ പേഴ്സണ് ബോധമുണ്ട്, മനസ്സിലായോ? നിങ്ങൾ വളരെ ഇമ്മച്യൂർഡായ എനർജിയാണ്, വിവരമില്ലാത്ത ഒരാളാണെന്നാണ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളെ. അപ്പം നിങ്ങൾക്ക് ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ ഇൻസൾട്ട് ചെയ്യും, ഇപ്പോഴും പഴയ പോലെ തന്നെ വേദനിപ്പിക്കുമെന്നൊരു പേടിയുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോഴും നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത്, ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത്. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളോടുള്ള ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജി ആയിട്ട്, ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് പറയുന്നത് ഈ പേഴ്സൺ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണോട് ഒരു അട്രാക്ഷനും ഇല്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ചാലഞ്ച് ആയിട്ടാണ് ഈ പേഴ്സൺ, ഞാൻ ഇവിടെ നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സൺ തിരിച്ചു പിടിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. അപ്പോൾ എന്നാണോ നിങ്ങളുമായിട്ട് മീൻസ് നിങ്ങളുടെ ഈക്വൽ ആവാനായിട്ട് ഈ പേഴ്സൺ ഒരു ചാൻസ് കിട്ടുക, ചിലപ്പോൾ പൈസ ഉണ്ടാക്കും. ഇപ്പം നമ്മളുടെ റോക്കി ബായുടെ സിനിമ പോലെ പോയിട്ട് റോക്കി ബായിട്ട് വന്നിട്ട് ഭയങ്കര ഫേമസ് ആവില്ല, അതുപോലെയൊക്കെയുള്ള ഗുഡ് ഡേ ആവുന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു വില കൊടുക്കാം. നിങ്ങൾ എന്നാണോ ഈ പേഴ്സണ് വില കൊടുക്കുമെന്ന് ഈ പേഴ്സണ് തോന്നുന്നത് അന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഈ പേഴ്സൺ എടുത്തേക്കാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഒട്ടും ഇഷ്ടമില്ലെന്ന് ഈ പേഴ്സൺ അറിയാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു അകൽച്ച ഈ പേഴ്സൺ ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തേക്കുന്നത്. എന്നാണോ നിങ്ങൾ ഈ പേഴ്സണോട് സോറി പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തിട്ട് ഈ പേഴ്സണെ തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുക, അന്നാണ് ഈ പേഴ്സൺ വരിക എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിഫെൻസീവാണ്, ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഈ പേഴ്സണോട്, അതാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു അറിവില്ലായ്മയായിട്ടാണ് പേഴ്സൺ കണക്കാക്കുന്നത് കേട്ടോ. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ഒന്നും വരുന്നില്ല. നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്, പക്ഷേ അത് നിങ്ങൾ വിചാരിക്കണമെന്നാണ് പറയുന്നത്. ഒരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരിക്കാം. അത് നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസ്, ഓക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഞാൻ റിലേഷൻഷിപ്പ് വയ്ക്കുമെന്നൊരു വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ടി വരും. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകണം, ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒരു താങ്ങായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഈ പേഴ്സണെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതോ നിങ്ങളുടെ സൗന്ദര്യവും പുറംപൂച്ചും കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തേർഡ് പാർട്ടികളെയാണോ വേണ്ടത് എന്നൊരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. അന്നേ നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ അല്ല, ഒരെണ്ണം കൂടി ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. രണ്ടാമത്തെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകേണ്ടത്. ഫൈനൽ റീഡിംഗ്. കാർഡ് മറിക്കാൻ പോയി.
ഓക്കെ, നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് എടുക്കാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ട് കാർഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ കാർഡ്സ് വരുമെന്ന്. ഒരു കാർഡും കൂടെ വന്നിട്ടുണ്ട്, ഡെഡിക്കേഷൻ. എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെയും ശുദ്ധ ഹൃദയത്തോടെയും ചെയ്യണമെന്ന, വിശ്വാസത്തോടെയും ചെയ്യണമെന്ന ഡെഡിക്കേഷൻ കാണിക്കുന്നത്. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾക്ക് ഇമോഷണൽ കൺട്രോൾ വരുത്താനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആരാണെന്ന് അറിയാനും നമ്മൾ എന്ത് തെറ്റുകളാണ് ചെയ്യാനെന്നും. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ശാന്തത വരും, നമുക്കൊരു മെച്യൂരിറ്റി വരും. അതും കൂടിയിട്ടാണ് നിങ്ങളുടെ സ്പിരിച്വൽ മീൻസ് നിങ്ങളുടെ സ്പിരിച്വൽ എസൻസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ ഭൗതികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കാം. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് അത് നല്ല ഫ്യൂച്ചറുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷൻ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്നുവെച്ചാൽ അത് വിട്ടുപോകാൻ ചാൻസ് കുറവാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 2 ഓഫ് കപ്സ് ആണ്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണിത്. വളരെ മ്യൂച്വൽ അട്രാക്ഷൻ ആണ് ഈ പേഴ്സൻ്റെ എനർജി. മ്യൂച്വൽ അട്രാക്ഷൻ, നോ കോണ്ടാക്റ്റിലാണ്, പക്ഷെ ഈ പേഴ്സൺ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആരോടും ഉണ്ട്. നമുക്ക് നോക്കാം. ഹൃദയം കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോടാണോ, നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ആയിട്ട് വേറെ ആരോടെങ്കിലും ആണോ ഹൃദയം കൈമാറിയിട്ടുള്ളത്? നമുക്കൊന്ന് നോക്കാം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണത്. വളരെ ആശിച്ച് കിട്ടിയ വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പൊതുവെ ഒരു ഉഴപ്പുള്ള എനർജിയാണ്, ഒരു നൈറ്റ് ഓഫ് വാൻസ്, ഉഴപ്പുള്ള എനർജിയാണ്. പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇപ്പോൾ അവസാനം ഈ പേഴ്സൺ അന്വേഷിച്ച് നടന്ന ആളെ ഈ പേഴ്സണ് കിട്ടി എന്നാണ് പറയുന്നത്. വളരെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആണ്, പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് പറയുന്നത്. നോക്കാം, അത് നിങ്ങളായിട്ടാണോ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്ന് നമുക്ക് നോക്കാം. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടില്ലല്ലോ. ഇപ്പം തൽക്കാലത്തേക്ക് അകന്നിരിക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ പ്രശ്നം വഴക്കിട്ടുകൊണ്ടായിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ. നമുക്കൊന്ന് നോക്കാം, നിങ്ങളെക്കുറിച്ചാണ് ഈ പേഴ്സൺ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പേഴ്സൻ്റെ? ഈ കാർഡ് തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ എന്താ പറയുക, ഇല്യൂഷണറി ഒരു ഇതിലാണ്, ഒരു വളരെ ആങ്ഷ്യസ് ആണെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേടിയുണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ ചീത്ത വഴികൾ ഉപേക്ഷിച്ചത്. അങ്ങനെയാണ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് സ്നേഹമുണ്ട്, നിങ്ങളാണ് ഈ പേഴ്സൺ അന്വേഷിച്ച് നടന്ന ആള്. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുമെന്നൊരു പേടി ഈ പേഴ്സൺ ഉണ്ട്, പക്ഷെ അതാരോടും പറയുന്നില്ല. അപ്പം എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്. അപ്പം നിങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു പേടിയുണ്ട്, പക്ഷെ നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ ആ പേഴ്സൺ ഇപ്പോൾ ട്രൈ ചെയ്യുമോ? എന്തായാലും വളരെ പരിഭ്രാന്തി ഉണ്ട് ഈ പേഴ്സണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ, മനസ്സിലായോ?
നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ്. പക്ഷേ അതിലൊരു പ്രശ്നം വന്നു. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാനും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന് ഈ പേഴ്സൺ അറിയില്ല. മൂൺ കാർഡാണ് ഇത്. ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇതാണ് പേഴ്സൻ്റെ അവസ്ഥ. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ കണ്ടല്ലോ, മിസ് ചെയ്യുന്നുണ്ട്. നോ എന്നാണ് പറയുന്നത്. കാരണം ഒരു ടവർ മൊമെന്റ് ഉണ്ടായി. അതെന്താണത്? നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ? ഇവിടെ ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. വളരെ പേഴ്സണും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത്. വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ. വഴക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ചൂസ് ചെയ്തില്ല, അതായിരിക്കും കാരണം. അതായത് 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ, നിങ്ങളെ ഭയങ്കര സ്നേഹമുള്ള ആള്, പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്തില്ല. മനസ്സിലാവും? അപ്പോൾ വഴക്ക് ഒഴിവാക്കാൻ, ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ മീൻസ് പേഴ്സണിൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വഴക്കുകളും നിങ്ങൾ ഈ പേഴ്സണെ പ്രയോറിറ്റൈസ് ചെയ്യാതിരുന്നതുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു വഴക്കിലേക്ക് പോകും, ഇതൊരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് വന്നപ്പോൾ സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പുറത്തുള്ള ആൾക്കാരാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ പേഴ്സണ് ടെൻഷൻ ഉണ്ട്, നിങ്ങൾ ഉപേക്ഷിച്ച് പോവും, നിങ്ങളെ ഈ പേഴ്സണ് നഷ്ടപ്പെടുന്നൊരു പേടിയുണ്ട്. അപ്പോൾ ആ ഒരു പേടിയിൽ, അപ്പോൾ ഈ പേഴ്സൺ എന്തോ ഒരു പൊട്ടത്തരം ചെയ്തു. പഴയ കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഈ പേഴ്സണെ കുറിച്ച് ചെയ്ത് പറഞ്ഞ കുറച്ച് ഉഴപ്പുണ്ടായിരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ പാസ്റ്റിലുള്ള ആരെങ്കിലും പരിചയം ഉണ്ടാവാം. അപ്പോൾ അവർ നിങ്ങളോട് ഈ പേഴ്സണെ കുറിച്ച് പറയുന്നൊരു പേടിയുണ്ടോ? അതുകൊണ്ടാണ് നോ കോണ്ടാക്ട്. ഒരു ടവർ മൊമെന്റ് വരാൻ പോകുന്നത് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ധൈര്യമില്ല നിങ്ങളുടെ അടുത്തേക്ക്. വളരെ 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 ടെൻഷനിലാണ് ഈ പേഴ്സൺ. എന്താണ് നോ കോണ്ടാക്റ്റിനുള്ള കാരണം? എന്താണ് നോ കോണ്ടാക്ട്? ഇതാണ് കാരണം എന്നാണ് പറയുന്നത്. ധൈര്യമില്ലായ്മ, ഈ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകുമെന്നൊരു പേടി, നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം, ഇതുകൊണ്ടാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ആരോ വേറൊരാൾ, ഈ പേഴ്സണെ ശരിക്കും അറിയുന്ന, പാസ്റ്റിനെ കുറിച്ച് അറിയുന്ന ഒരാൾ നിങ്ങളുമായിട്ട് പരിചയത്തിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം. ആരോ നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി, ഒരു ടവർ മൊമെന്റ് ഉണ്ടായി, രണ്ടുപേരും അടിച്ചു പിരിയുന്നതിലും നല്ലത് മാറി നിൽക്കുന്നതാണ്. കാരണം നിങ്ങൾ ഫേസ് ചെയ്യാൻ പേടിയില്ല. എന്താണ് നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക എന്ന് ഈ പേഴ്സൺ അറിയില്ല. നിങ്ങളോടാണെങ്കിൽ ഭയങ്കര സ്നേഹവുമാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമില്ലായ്മ കൊണ്ടാണ്, സ്ട്രെസ് കൊണ്ടാണ് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയേക്കുന്നത്. ഇവിടെ ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഇപ്പോഴും നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത്, കാരണം ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇപ്പോഴും ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പേഴ്സണോട് സംസാരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ പേഴ്സൺ. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ നോ കോണ്ടാക്റ്റിൽ ഈ പേഴ്സൺ പോയപ്പോൾ നിങ്ങൾ പുറകെ ചെന്നില്ല, ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയില്ല, ഈ പേഴ്സണോട് പോകരുതെന്ന് പറഞ്ഞുമില്ല, പേഴ്സണെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇനി കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹമില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒന്ന് പുറകിലേക്ക് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്നൊരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ അന്വേഷിക്കാത്തതെന്നൊരു ടെൻഷൻ ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത്. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് സ്നേഹം തന്നെയാണ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഈ പേഴ്സൺ. നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിജയ ശ്രീലാളിതനായിട്ട്, അല്ലെങ്കിൽ വിജയ ശ്രീലാളിതയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൺ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരു നിരാശനായിട്ട്, അല്ലെങ്കിൽ നിരാശയായിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും കഴിവില്ലാത്ത ഒരാളായിട്ട്, അല്ലെങ്കിൽ ഒരു ചീത്ത പേഴ്സണായിട്ട് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത് ഈ പേഴ്സണ് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഈ പേഴ്സൺ. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുക, അങ്ങനെ. കാരണം നിങ്ങളുടെ മുമ്പിൽ നല്ല വലിയൊരാളായിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു എനർജിയിലാണ് വരികയാണെങ്കിൽ നിങ്ങൾ
പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു വിശ്വാസം ഈ പേഴ്സൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? നിങ്ങൾ ഭയങ്കര ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. നിങ്ങൾ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ മീൻസ് നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് ഈ പേഴ്സൺ. കാരണം ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. റീകൺസിലിയേഷൻ പോസിബിൾ ആണ് നിങ്ങൾ തമ്മിൽ കേട്ടോ. ഹാപ്പിനെസ് തിരിച്ചു വരും ലൈഫിലേക്ക്. അപ്പോൾ ഒരു ക്ലാരിറ്റി കൂടുതൽ. അപ്പം നിങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ രണ്ടുപേരും. ആളെ പേടിച്ചിരിക്കുകയാണ്, മറ്റേ ആൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണ് മിണ്ടാതെ പോയി കളഞ്ഞെന്നൊരു സംശയത്തിലായിരിക്കാം. അപ്പം നിങ്ങൾ ഇവിടെ ഒരു ക്ലാരിറ്റി, ഒരു എന്താ പറയുക, കുറച്ച് എന്താണ് ഈ പേഴ്സണിൻ്റെ പാസ്റ്റിൽ നടന്നത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളില്ലാത്തൊരു പാസ്റ്റിൽ ആ പേഴ്സൺ എന്ത് ചെയ്തു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷന്മാർ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ പഴയ കാമുകനെ കാണുമ്പോഴോ പഴയ കാമുകിയെ കാണുമ്പോഴോ ഒക്കെ പ്രശ്നമുണ്ടാക്കും. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാതിരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ കാര്യമല്ല, അത് കുത്തിപ്പോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതൊക്കെ വെറുതെ സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസുകളാണ്, വെറുതെ ഒരു ജാട. അതാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പാസ്റ്റിൽ ഈ പേഴ്സൺ എന്ത് ചെയ്തു എന്നത് പോട്ടെ. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, ഈ പേഴ്സൺ ഇപ്പോഴത്തെ സ്വഭാവം എന്താണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരണം. അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പിൽ ഒരു കൂടുതൽ നിങ്ങൾ സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യണം. അപ്പോഴേ ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. പക്ഷേ റീകൺസിലിയേഷൻ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വരും ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്രഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു എക്സ്ക്യൂസ് ആവും നിങ്ങൾ തമ്മിൽ സംസാരിക്കാനായിട്ട്. മനസ്സിലായോ? അതും പറയുന്നുണ്ട്. ലിയോ സ്ട്രോങ് ആണ് ഇവിടെ. വേറെ സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഇത്രയുമാണ് സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരും വരെ ടേക്ക് കെയർ. പിന്നെ ഈ നിമിഷം വരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ സേഫ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.